നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അനലൈസ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം നമുക്ക് എന്താണ് ബൗണ്ടഡ് സീക്വൻസ് എന്ന് നോക്കാം. എ സീക്വൻസ് xn of real numbers is said to be bounded if there exists a real number m greater than 0 such that absolute value of xn is less than or equal to m for all n element of natural numbers. So absolute value of xn less than or equal to m എന്നതിനുള്ളതിന് ഈക്വാലൻ്റ് ആയിട്ട് നമുക്ക് പറയാം xn lies between minus m and m for all n element of n. അതായത് എല്ലാ xnകൾക്കും മേലെ ഒരു എമ്മും താഴെ ഒരു മൈനസ് എമ്മും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും സീക്വൻസ് എക്സ് എൻ ഈസ് എ ബൗണ്ടഡ് സീക്വൻസ്. അപ്പോൾ ഈക്വാലൻ്റ്ലി നമുക്ക് ഇങ്ങനെ പറയാം, സീക്വൻസിലുള്ള എലമെൻസിനെ നമ്മളൊരു സെറ്റായിട്ട് എഴുതിയെന്ന് വിചാരിക്കുക. സെറ്റ് ഓഫ് ഓൾ എക്സ് എൻ വെർ എൻ ബിലോങ്സ് ടു എൻ. ഇഫ് ദിസ് സെറ്റ് ഈസ് എ ബൗണ്ടഡ് സബ്സെറ്റ് ഓഫ് ആർ, ദെൻ വി സേ ദാറ്റ് സീക്വൻസ് എക്സ് എൻ ഈസ് എ ബൗണ്ടഡ് സീക്വൻസ്. എക്സാമ്പിൾസ് നോക്കാം. സീക്വൻസ് 1/n. Sequence 1/n എന്ന് പറയുമ്പോൾ 1, 1/2, 1/3, 1/4 etc. And we know that every 1/n is greater than 0 and every 1/n is less than or equal to 1. Or equivalently we can say that absolute value of 1/n is less than or equal to 1 for all n element of natural numbers. Therefore sequence 1/n is a bounded sequence of real numbers. മറ്റൊരു എക്സാമ്പിൾ ഇതാണ്. ഒരു ഓൾട്ടർനേറ്റിംഗ് സീക്വൻസ് എടുക്കണു ഞാൻ, 0 2 0 2 0 2. ഇതെന്ന് തന്നെയല്ല, ഏത് ഓൾട്ടർനേറ്റിംഗ് സീക്വൻസ് എടുത്താലും ഇറ്റ് ഈസ് എ ബൗണ്ടഡ് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ്. ഇപ്പോൾ ഈ കേസിലാണെങ്കിൽ നമുക്കറിയാം അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ഫോർ എവറി എൻ എലമെൻറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. ദെർഫോർ ദിസ് ഈസ് എ ബൗണ്ടഡ് സീക്വൻസ്. Now xn equal to minus 1 to the power n 1 divided by 2 power n എന്ന് വെച്ചാൽ ആരാണ്? minus 1/2 then 1/2 square minus 1/2 cube plus 1/2 power 4 etc. This is also a bounded sequence of real numbers. കാരണം absolute value എടുത്തു കഴിഞ്ഞാൽ this is 1/2 power n അല്ലേ. minus 1 to the power n എന്നുള്ളതിൻ്റെ absolute value 1 ആണ്. സോ absolute value of minus 1 to the power n divided by 2 power n എന്ന് പറയുന്നത് 1/2 power n ആണ്. And this will be less than or equal to 1/2 for all n element of natural numbers. Therefore this is also a bounded sequence of real numbers. Now think about the sequence n square, 1 2 square 3 square 4 square etc. We cannot find an m such that absolute value of xn less than or equal to m for all n element of natural numbers. Therefore this is an unbounded sequence. This is not a bounded sequence, it is an unbounded sequence. Okay, ഇനി ഒരു തിയറം നമുക്ക് നോക്കാം. ഈ തിയറം എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എ കൺവെർജൻറ്റ് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ഈസ് ബൗണ്ടഡ്. ഒരു സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് കൺവെർജൻ്റ് ആണെങ്കിൽ അത് ബൗണ്ടഡ് ആണ് എന്നാണ് തിയറം പറയുന്നത്. എല്ലാ കൺവെർജൻറ്റ് സീക്വൻസസും ബൗണ്ടഡ് ആയിരിക്കും. സോ പ്രൂവ് ചെയ്യാൻ നമുക്ക് നോക്കാം. സപ്പോസ് സീക്വൻസ് എക്സ് എൻ എന്ന് പറയുന്നത് കൺവെർജൻറ്റ് സീക്വൻസ് ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യണം. ദിസ് ഈസ് എ കൺവെർജൻറ്റ് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ്. കൺവെർജൻ്റ് ആണെങ്കിൽ ആ സീക്വൻസിന് നമുക്കൊരു ലിമിറ്റ് ഉണ്ടായിരിക്കും. ആ ലിമിറ്റിനെ നമ്മൾ എക്സ് എന്ന് വിളിച്ചു. Then convergence definition pragaram, for every epsilon greater than 0 there exists a natural number k epsilon such that absolute value of xn minus x is less than epsilon for all n greater than or equal to k epsilon. ഓക്കെ, അപ്പോൾ ഏത് പോസിറ്റീവ് നമ്പർ എടുത്താലും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു നാച്ചുറൽ നമ്പർ കിട്ടും വിച്ച് സാറ്റിസ്ഫൈസ് ദിസ് പ്രോപ്പർട്ടി. അപ്പോൾ ഇവിടെ ഞാൻ എപ്സിലണിന് 1 എന്നുള്ള വാല്യൂ കൊടുക്കണം. സോ ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ 0. സോ കറസ്പോണ്ടിങ് ടു ദിസ് 1 ഐ വിൽ ഗെറ്റ് എ നാച്ചുറൽ നമ്പർ. ഞാനതിനെ കെ എന്ന് വിളിക്കുകയാണ്. സച്ച് ദാറ്റ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ മൈനസ് എക്സ് ഈസ് ലെസ് ദാൻ 1 ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. ആൻഡ് നമ്മൾ ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റിയുടെ ഒരു കൊറോളറി പഠിച്ചിട്ടുണ്ട്. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ മൈനസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ മൈനസ് ബി. അപ്പോൾ അത് പ്രകാരം എനിക്ക് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ മൈനസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ absolute value of xn minus
absolute value of x is less than or equal to absolute value of xn minus x for all n element of natural numbers, and this absolute value of xn minus x is less than 1 for all n greater than or equal to k. So I can say that absolute value of xn, okay, എന്താ കിട്ടിയെന്ന് നോക്കുക, absolute value of xn minus absolute value of x less than or equal to absolute value of xn minus x, and this is less than 1. So this quantity is less than 1 for all n greater than or equal to k. Now I am adding absolute value of x on both sides, so that I will get absolute value of xn is less than or equal to absolute value of xn minus x plus absolute value of x, and this is less than, we know that this quantity is less than 1. So this is less than 1 plus absolute value of x for every n greater than or equal to k. ഇവിടെ എല്ലാ എന്നിനും ഈ ഇനീക്വാലിറ്റി ശരിയാണെങ്കിലും നമുക്ക് ലെസ് ദാൻ 1 എന്നുള്ള ആ പ്രോപ്പർട്ടി യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ n മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k. സോ ദിസ് ഈസ് ട്രൂ ഫോർ എവറി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ കിട്ടിയതെന്ന് നോക്കുക. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം നമ്പർ 1 പ്ലസ് മോഡ് എക്സ് ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k. ഓക്കെ, ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ ക്ലാസ്സിൽ ഒരു ടെസ്റ്റ് നടത്തി. ആ ടെസ്റ്റ് നടത്തി നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ മാർക്കും കിട്ടി. അപ്പോൾ നിങ്ങൾക്കറിയണം ആരാണ് ക്ലാസ്സിൽ ആ ടെസ്റ്റിലെ ടോപ്പർ എന്നറിയണം. സോ ദാറ്റ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കൊക്കെ ചോദിച്ചു കമ്പയർ ചെയ്തു. ഇപ്പോൾ ക്ലാസ്സിൽ 47 കുട്ടികളുണ്ട്. അതിൽ ഒരു 5 കുട്ടികൾ അന്ന് ആബ്സെൻ്റ് ആയിരുന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾ മാർക്ക് കമ്പയർ ചെയ്യുന്ന ദിവസം 5 കുട്ടികൾ ആബ്സെൻ്റ് ആയിരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ബാക്കിയുള്ള 42 കുട്ടികളിൽ ടോപ്പ് മാർക്ക് സേ 50ൽ 45 ആണ് എന്ന് നിങ്ങൾക്ക് കിട്ടി. അപ്പോൾ ഇനി ആരാണ് ക്ലാസ്സിലെ ടോപ്പർ എന്നറിയാനായിട്ട് ഈ 45 എന്നുള്ള മാർക്കും ആബ്സെൻ്റ് ആയിരിക്കുന്ന 5 പേരുടെ മാർക്കും തമ്മിൽ കമ്പയർ ചെയ്താൽ മതിയല്ലോ. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ ശ്രദ്ധിക്കുക. നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 പ്ലസ് മോഡ് എക്സ് ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. നമ്മുടെ സീക്വൻസ് ഇങ്ങനെയാണ്, x1 x2 x3 ഇങ്ങനെ പോയി ഇവിടെ എവിടെയോ ഒരു xk മൈനസ് 1 ഉണ്ട്. ദെൻ ഐ ഹാവ് xk ഹിയർ, xk പ്ലസ് 1 ഹിയർ, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള എല്ലാവരും 1 പ്ലസ് മോഡ് എക്സിനേക്കാൾ ചെറുതാണ്. അപ്പോൾ ഈ എല്ലാവരേക്കാളും വലുത് ആരാണ് എന്നറിയാൻ ഈ 1 പ്ലസ് മോഡ് എക്സും ഇവിടെയുള്ളവരെയും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്താൽ മതി. ഓക്കെ, സോ ഐ എം ടേക്കിംഗ് m ആസ് maximum of absolute value of x1, absolute value of x2, etc., absolute value of xk minus 1 and 1 plus mod x. ഇതിനെ ഞാൻ m എന്ന് വിളിച്ചു. So that I can say that absolute value of xn is less than or equal to m for all n element of natural numbers. ഇതിൻ്റെ മീനിങ് എന്താണ്? സീക്വൻസ് xn is a bounded sequence. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയത് ഇതാണ്, എല്ലാ കൺവെർജൻറ്റ് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സും ബൗണ്ടഡ് ആണ്. ഓക്കെ, സോ ദ തിയറം സേസ് ദാറ്റ് എവറി കൺവെർജൻറ്റ് സീക്വൻസ് ഇസ് ബൗണ്ടഡ്. അപ്പോൾ ഇനി നമുക്ക് തിരിച്ചൊന്ന് ചിന്തിച്ച് നോക്കാം. എല്ലാ കൺവെർജൻറ്റ് സീക്വൻസും ബൗണ്ടഡ് ആണ്. വാട്ട് അബൌട്ട് ദ കോൺവേഴ്സ്? അതായത് എല്ലാ ബൗണ്ടഡ് സീക്വൻസസും കൺവെർജൻ്റ് ആവുമോ? സോ എൻ്റെ ആൻസർ ഇതാണ്, കോൺവേഴ്സ് ഓഫ് ദിസ് തിയറം ഇസ് നോട്ട് ട്രൂ ഇൻ ജനറൽ. എന്ന് വെച്ചാൽ എവറി ബൗണ്ടഡ് സീക്വൻസ് മേ നോട്ട് ബി കൺവേർജൻറ്റ്. എല്ലാ ബൗണ്ടഡ് സീക്വൻസും കൺവെർജൻ്റ് ആവണം എന്ന് നിർബന്ധമില്ല. ഫോർ എക്സാമ്പിൾ, ഐ എം ടേക്കിംഗ് സീക്വൻസ് എക്സ് എൻ ആസ് 1 0 1 0 1 0 എക്സെട്ര, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓൾട്ടർനേറ്റിംഗ് സീക്വൻസ് എടുത്തോളൂ. ഇതൊരു ബൗണ്ടഡ് സീക്വൻസ് ആണ് അല്ലേ? ഇനി ഞാൻ പ്രൂവ് ചെയ്യാണ് ദിസ് ഇസ് നോട്ട് എ കൺവെർജൻറ്റ് സീക്വൻസ്. അപ്പോൾ ഇത് കൺവെർജൻ്റ് ആണെങ്കിൽ ഇതിനൊരു ലിമിറ്റ് എക്സ് എക്സിസ്റ്റ് ചെയ്യണമല്ലോ. അപ്പം ഞാനൊരു എക്സ് എന്ന് പറയുന്നത് ഒരു ആർബിട്രറി റിയൽ നമ്പർ ആയിട്ട് എടുത്തു. എന്നിട്ട് ഞാൻ ചെക്ക് ചെയ്യാൻ പോവാണ് ഈ എക്സിന് തന്നിരിക്കുന്ന സീക്വൻസ് എക്സ് എന്നിൻ്റെ ലിമിറ്റ് ആവാൻ പറ്റുമോ. ഇപ്പോൾ എക്സ് ഇസ് ആൻ ആർബിട്രറി റിയൽ നമ്പർ. സപ്പോസ് എക്സ് ഈക്വൽ ടു 0. എക്സ് 0 ആണെങ്കിൽ
അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എന്ന് പറയുന്നത് ആരായിരിക്കും? അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ മൈനസ് 0. ഇവിടെ എക്സ് എൻ എന്ന് പറയുന്നത് ഒന്നുകിൽ 1 ആണ് അല്ലെങ്കിൽ 0 ആണ് അല്ലേ? സോ ദിസ് ഈസ് ഈക്വൽ ടു 1 ഇഫ് എൻ ഇസ് ഓഡ്. ഇനി അതല്ല എൻ ഈവൺ ആണെങ്കിൽ എക്സ് എൻ എന്ന് പറയുന്നത് 0 ആണ്. സോ ദിസ് ഇസ് 0 ഇഫ് എൻ ഇസ് ഈവൺ. ഓക്കെ, സോ ഐ എം ടേക്കിംഗ് എപ്സിലൺ ആസ് 1/2. എന്നിട്ട് നോക്കുകയാണ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ മൈനസ് 0 എന്താണ്? അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ മൈനസ് 0 ഈസ് 1 വെനെവർ എൻ ഈസ് ഓഡ്. എൻ ഓഡ് ആകുമ്പോഴെല്ലാം ഇത് ഈക്വൽ ടു 1 ആണ്. സോ ഈ 1 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1/2, അതായത് ഗ്രേറ്റർ ദാൻ എപ്സിലൺ ആണ്. അപ്പോൾ ഫോർ എവറി ഓഡ് നമ്പർ ഐ വിൽ ഗെറ്റ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ മൈനസ് 0 ഇസ് ഗ്രേറ്റർ ദാൻ എപ്സിലൺ. ലെസ് ദാൻ എപ്സിലൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സം നാച്ചുറൽ നമ്പർ എന്ന് നമുക്ക് കിട്ടില്ല. അപ്പോൾ 0-ന് ഈ തന്നിരിക്കുന്ന സീക്വൻസിൻ്റെ ഒരു ലിമിറ്റ് ആവാൻ പറ്റില്ല. ഇനി ഞാൻ നോക്കുകയാണ് 1-ന് ലിമിറ്റ് ആവാൻ പറ്റുമോ? 1-ന് ലിമിറ്റ് ആവാൻ പറ്റുമോ എന്നറിയാനായിട്ട് നമ്മൾ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ മൈനസ് 1 എന്താണെന്ന് നോക്കണം. എക്സ് എൻ ഇസ് 1 വെൻ എൻ ഈസ് ഓഡ്. അപ്പോൾ ഇവിടെ ഓഡിനാവുമ്പോഴെല്ലാം എക്സ് എൻ മൈനസ് 1 എന്ന് പറയുന്നത് 1 മൈനസ് 1, അതായത് 0 ആണ്. എൻ ഓഡാകുമ്പോഴെല്ലാം ഇത് 0 ആണ്. ഇനി എൻ ഈവൺ ആണെങ്കിൽ എക്സ് എന്നിൻ്റെ വാല്യൂ 0 മൈനസ് 1 അബ്സല്യൂട്ട് വാല്യൂ എടുക്കുമ്പോൾ 1. സോ എൻ ഈവൺ ആകുമ്പോഴെല്ലാം എനിക്കിത് 1 ആണ്. അപ്പോൾ വീണ്ടും ഞാൻ എപ്സിലണിൻ്റെ വാല്യൂ 1/2 എന്ന് എടുത്തു. സോ ദാറ്റ് ഐ ഹാവ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ മൈനസ് 1 ഇസ് ഈക്വൽ ടു 1 ആൻഡ് ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 1/2, അതായത് എപ്സിലൺ ഫോർ എവരി ഈവൺ നമ്പർ എൻ. അപ്പോഴും നമുക്ക് ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ മുഴുവനായിട്ടും അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ മൈനസ് എക്സ് ഈസ് ലെസ് ദാൻ എപ്സിലൺ എന്ന് പറയാൻ പറ്റില്ല. സോ 1-നും ഈ തന്നിരിക്കുന്ന സീക്വൻസിൻ്റെ ലിമിറ്റ് ആവാൻ പറ്റില്ല. ഇനിയിപ്പോൾ എക്സ് എന്ന് പറയുന്നത് 0 ആവും 1 ആവും എന്നൊന്നും ഉറപ്പില്ല. നമുക്ക് എക്സ് എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പർ ആണെന്നേ പറഞ്ഞിട്ടുള്ളൂ. സോ ഐ എം ടേക്കിംഗ് എക്സ് ആസ് എ റിയൽ നമ്പർ വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു 0 ആൻഡ് നോട്ട് ഈക്വൽ ടു 1. 0യും 1ഉം അല്ലാത്ത ഒരു റിയൽ നമ്പറാണ് എക്സ് എന്ന് വിചാരിക്കുക. ദെൻ ഐ എം ടേക്കിംഗ് എപ്സിലൺ ആസ് മിനിമം ഓഫ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് മൈനസ് 1 എന്ന് വെച്ചാൽ ഇവിടെയാണ് നമ്മുടെ 0, ഇവിടെയാണ് 1. സപ്പോസ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ എവിടെയോ ആണ് എന്ന് വിചാരിക്കുക. സോ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് 0യും എക്സും തമ്മിലുള്ള ഡിസ്റ്റൻസ്. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് മൈനസ് 1 എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ്, അതായത് എക്സും 1ഉം തമ്മിലുള്ള അകലം. ചിലപ്പോൾ എക്സ് ഇവിടെ ആവാം, അപ്പോൾ അകലം കൂടുതലാവുക 1ൽ നിന്നാണ്, 0യിൽ നിന്നുള്ള അകലം കുറയും. അപ്പോൾ എങ്ങനെയായാലും എക്സ് എവിടെ ആയിരുന്നാലും നമ്മൾ നോക്കുന്നത് എക്സും 0യും തമ്മിലുള്ള ഡിസ്റ്റൻസും എക്സും 1ഉം തമ്മിലുള്ള ഡിസ്റ്റൻസുമാണ്. അതിലെ മിനിമം ആരാണോ അതിനെ ഞാൻ എപ്സിലൺ എന്ന് വിളിച്ചു. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ഈ 2 ഡിസ്റ്റൻസുകളും നോൺ നെഗറ്റീവ് ആയതുകൊണ്ട് ഈ മിനിമം എടുക്കുമ്പോഴും വി ഹാവ് ഗ്രേറ്റർ ദാൻ 0. സോ ദിസ് എപ്സിലൺ ഇസ് ഗ്രേറ്റർ ദാൻ 0. പക്ഷെ നമുക്കറിയാം അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലൺ ഫോർ ഓൾ എൻ ആയിരിക്കും. കാരണം ഒന്നുകിൽ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എന്ന് പറയുന്നത് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് മൈനസ് 1 ആയിരിക്കും, അല്ലെങ്കിൽ അത് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് തന്നെയായിരിക്കും, 0 മൈനസ് എക്സ്, അതായത് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് തന്നെയായിരിക്കും. ഈ എപ്സിലൺ എന്ന് പറയുന്നത് ആ കൂട്ടത്തിലെ മിനിമമാണ്. അപ്പോൾ ദിസ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലൺ. അപ്പോഴും ലെസ് ദാൻ എപ്സിലൺ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ ഈ എക്സിനും തന്നിരിക്കുന്ന സീക്വൻസിൻ്റെ ലിമിറ്റ് ആവാൻ പറ്റില്ല. അപ്പോൾ ഒരു റിയൽ നമ്പർ എക്സിനും ഈ തന്നിരിക്കുന്ന സീക്വൻസിൻ്റെ ലിമിറ്റ് ആവാനുള്ള യോഗ്യതയില്ല. അതുകൊണ്ട് തന്നിരിക്കുന്ന സീക്വൻസ് കൺവെർജൻ്റ് അല്ല, ഇറ്റ് ഈസ് എ ഡൈവർജൻറ്റ് സീക്വൻസ്. ഓക്കെ, പക്ഷെ നമുക്കറിയാം ഇത് ബൗണ്ടഡ് ആണ്, പക്ഷേ കൺവെർജൻ്റ് അല്ല. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞത് എവരി ബൗണ്ടഡ് സീക്വൻസ് മേ നോട്ട് ബി കൺവെർജൻറ്റ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഈ സെഷനിൽ പഠിച്ചത്? ബൗണ്ടഡ് സീക്വൻസ് എന്താണെന്ന് പഠിച്ചു, എല്ലാ കൺവെർജൻറ്റ് സീക്വൻസും ബൗണ്ടഡ് ആയിരിക്കും എന്ന് പഠിച്ചു. തിരിച്ച് ശരിയാവണം എന്നില്ല, അതായത് ബൗണ്ടഡ്നെസ് ഡസ് നോട്ട് ഇംപ്ലൈ കൺവെർജൻസ് എന്നും വിത്ത് ആൻ എക്സാമ്പിൾ നമ്മളിവിടെ കണ്ടു. ഓക്കെ, അപ്പോൾ ഈ റിസൾട്ടിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് നിങ്ങളോട് പറയാണ് സീക്വൻസ് എൻ
സീക്വൻസ് എൻ ഡൈവർജൻ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞു എന്ന് കരുതാം. സോ നമ്മൾ ഈ തിയറം കോട്ട് ചെയ്യുക. എന്താണ് തിയറം പറയുന്നത്? കൺവെർജൻ്റ് ആണെങ്കിൽ ബൗണ്ടഡ് ആയിരിക്കും. ഇത് ബൗണ്ടഡ് ആണോ? അല്ല. ദിസ് ഈസ് ആൻ അൺബൗണ്ടഡ് സീക്വൻസ്, ദെർഫോർ ഇറ്റ് ഈസ് ഡൈവർജൻറ്റ്. ബിക്കോസ് കൺവെർജൻ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും അത് ബൗണ്ടഡ് ആയേനെ. ഇവിടെ ബൗണ്ടഡ് അല്ലാത്തത് കൊണ്ട് ഉറപ്പായിട്ടും കൺവെർജൻറ്റും ആവില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ഡൈവർജൻസ് ചെക്ക് ചെയ്യാനുള്ള ഒരു ക്രൈറ്റീരിയ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. എന്ന് വെച്ച് ബൗണ്ടഡ് ആയതുകൊണ്ട് കൺവെർജൻ്റ് ആവണം എന്ന് നിർബന്ധമില്ല എന്ന് നമ്മളിപ്പോൾ ഇവിടെ എക്സാമ്പിളിൽ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, അൺബൗണ്ടഡ് ആണെങ്കിൽ ഡൈവർജൻ്റ് ആയിരിക്കും. ഓക്കെ, സോ ബാക്കി നമുക്ക് കൂടുതലായിട്ട് ലിമിറ്റുകളെ സംബന്ധിക്കുന്ന, കൺവെർജൻസിനെ സംബന്ധിക്കുന്ന കൂടുതൽ തിയറങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. സോ ഇത് നന്നായിട്ട് പഠിക്കാം.